ഒരിക്കൽ ഒരിടത്ത് പ്രശസ്തനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനുണ്ടായിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്നത് ഒരു ഗ്രാമത്തിലാണ്. എന്നാൽ തൻ്റെ പ്രവർത്തന മേഖല പട്ടണത്തിലായിരുന്നു. പട്ടണത്തിൽ അദ്ദേഹത്തിന് ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒരിക്കൽ പട്ടണത്തിൽ ഒരു വാർത്ത പരന്നു. ആ രാഷ്ട്രീയ പ്രവർത്തകന്റെ സഹധർമ്മിണി ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു. പട്ടണവാസികളായ ധാരാളം ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകന്റെ ഭാര്യയുടെ മൃതശരീരം കാണുവാൻ വേണ്ടി ആ ഗ്രാമത്തിലേക്ക് വരികയാണ്. അങ്ങനെ നൂറുകണക്കിന് ആളുകളാണ് ആ ഗ്രാമപ്രദേശത്തേക്ക് കടന്നു വന്നത്. അവർ ഒരുമിച്ച് കടന്നു വരുമ്പോൾ ഏതാണ്ട് ആ വീടിനോടടുത്ത് വന്നപ്പോൾ ഗ്രാമീണനായ ഒരാൾ പട്ടണവാസികളോട് ചോദിച്ചു, നിങ്ങൾ കൂട്ടത്തോടെ എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ പട്ടണവാസിയിൽ ഒരാൾ പറഞ്ഞു, ഇവിടെ പാർക്കുന്ന പൊതുപ്രവർത്തകനായ ആ മനുഷ്യൻ്റെ ഭാര്യ മരിച്ചതായി ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ ആ മൃതദേഹം കാണുവാനും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനോട് ഞങ്ങളുടെ ദുഃഖം അറിയിക്കുവാൻ വേണ്ടി അവിടേക്ക് പോവുകയാണ്. പെട്ടെന്ന് ഗ്രാമീണവാസിയായ മനുഷ്യൻ പറഞ്ഞു, അയ്യോ, നിങ്ങൾക്ക് അബദ്ധം പറ്റി. മരിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ല, അദ്ദേഹമാണ് മരിച്ചത്. അദ്ദേഹമാണ് മരിച്ചത് എന്നറിഞ്ഞപ്പോൾ പട്ടണവാസികളായ ആളുകൾ എല്ലാവരും കൂടെ പറഞ്ഞത് ഇങ്ങനെയാണ്, ഓ, അദ്ദേഹം മരിച്ചോ? ഇനിയിപ്പോൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് മരിച്ചിരുന്നതെങ്കിൽ നമ്മൾ ആ വീട്ടിൽ ചെല്ലുന്നതും അവിടെ ദുഃഖം പ്രകടിപ്പിക്കുന്നതുമൊക്കെ അദ്ദേഹം കാണുമായിരുന്നില്ല. ഇനിയിപ്പോൾ ആര് കാണാന്? പട്ടണവാസികൾ മരണവീട് സന്ദർശിക്കാതെ തിരിച്ചുപോയി. ഹ്രസ്വമാണെങ്കിലും ഈ സംഭവം നമ്മളെ അറിയിക്കുന്ന മറ്റു ചില കാരണങ്ങൾ കൂടെയുണ്ട്. നാം ഒരാളോട് വെച്ച് പുലർത്തുന്ന ബഹുമാനം അത് നമ്മുടെ സ്വാർത്ഥതയിൽ നിന്നായിരിക്കരുത്. നമുക്ക് ഏതെങ്കിലും ഭൗതിക നന്മകൾ നേടുന്നതിനോ ഏതെങ്കിലും കാര്യസാധ്യത്തിനോ വേണ്ടി ആരെയും ബഹുമാനിക്കരുത്. ആത്മീക വിഷയത്തിലും ഇതുതന്നെയാണ്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ ബഹുമാനിക്കണം. ആത്മീയ ആരാധനയിൽ നാം പുലർത്തേണ്ടത് പൂർണ്ണ ഹൃദയത്തോടുള്ള സ്നേഹവും ബഹുമാനമായിരിക്കണം. ഏതെങ്കിലും ചില കാര്യങ്ങൾ സാധിക്കുന്നതിനും ഏതെങ്കിലും ചില കാര്യങ്ങൾ നേടുന്നതിനും വേണ്ടി മനുഷ്യരെയോ ദൈവത്തെയോ ബഹുമാനിക്കരുത്. ആരാധനയും ബഹുമാനവും ദൈവത്തിന് അർഹതപ്പെട്ടതാണ്. നാം ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ ദൈവം സ്തുതി കൊതിയനായതുകൊണ്ടല്ല, അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ടാണ്. നാം ദൈവത്തെ ബഹുമാനിക്കുന്നത് ദൈവം സകല ബഹുമാനത്തിനും യോഗ്യനായതുകൊണ്ട്.